തിരുവനന്തപുരം വെമ്പായത്ത് നിന്ന് കാണാതായ 16-കാരൻ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ മരിച്ച അഭിജിത്തിന്റെ കുടുംബം കണ്ടപ്പോൾ മലയാളിയായി തോന്നാത്തതിനാലാണ് അന്വേഷണം നടത്താതെ സംസ്കരിച്ചത് എന്നാണ് പേട്ട CI പറഞ്ഞതെന്ന് അമ്മാവൻ വിഷ്ണു 24-നോട് പറഞ്ഞു. മരിച്ചു എന്നറിയാതെയാണ് നാടുനീളെ അഭിജിത്തിനെ തേടി നടന്നതെന്നും കുടുംബം പറയുന്നു. തിന്നിടനെ ഒന്നും കാര്യം പറഞ്ഞില്ല, എന്നെ നേരെ പേട്ടയിലേക്ക് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഫോട്ടോ കാണിച്ചത്. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നെ അവിടുത്തെ CIയുടെയൊക്കെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. CIയോട് നമ്മൾ പറഞ്ഞത് ബംഗാളിയാണെന്ന് തോന്നിയിട്ടാണ് ഒന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് പോയവരെയൊക്കെ CI ഷൗട്ട് ചെയ്ത് ഇറക്കിയായിരുന്നു പുറത്ത്, കയറണ്ട വെളി ഇറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ചോദിച്ചതെന്ന് വെച്ചാൽ പത്രത്തിലോ ന്യൂസിലോ ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ വരാൻ നേരത്ത് അകത്ത് വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു. പുള്ളിയുടെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. അതായത് ഈ മാർച്ച് 29-ാം തീയതി ഈ വിജയ് എന്ന് പറഞ്ഞ പയ്യൻ്റെ നമ്പർ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചിട്ട് അങ്ങനെ ചോദിച്ചു എന്താണ് സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ അവനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ നമ്പർ വട്ടപ്പാറ കൊടുത്തു. മാർച്ച് 29-ന് ഇന്നാണ് അപ്പോൾ ഈ സ്റ്റേഷനിൽ വരുന്നത്. അതാണ് നമ്മുടെ പോലീസിൻ്റെ നയം. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, എന്താണ് പോലീസ് ഈ ഘട്ടത്തിലെത്തി നിൽക്കുന്ന നിഗമനം? ഈ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാനുള്ള നീക്കം പ്രധാനമാണ്. അവർ ഈ വിവരം അറിഞ്ഞിട്ടും മരണവിവരം അറിഞ്ഞിട്ടും ബന്ധുക്കളെയോ വീട്ടുകാരെയോ ഒന്നും ഈ വിവരം അറിയിച്ചില്ല എന്നുള്ളത് പോലീസ് സംശയിക്കുന്നുണ്ട്. മറ്റൊന്ന്, പോലീസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിചിത്രമായൊരു വിശദീകരണമാണ്. അത് മലയാളിയാണ് എന്ന് മനസ്സിലായില്ല, അതുകൊണ്ട് മൃതദേഹം സംസ്കരിച്ചു, ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹം സംസ്കരിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. സാധാരണ ഈ മിസ്സിംഗ് കേസുകളിലൊക്കെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പരിശോധന ഉണ്ടാവുന്നതാണ്. എന്താണ് ഇതിൽ സംഭവിച്ചത്? മനസ്സിലാവുന്നത് എന്താണ് പ്രതീഷ്? അർജിത്ത്, 16-കാരൻ അഭിജിത്തിന്റെ മരണത്തിൽ അടിമുടി ദുരൂഹതയും അടിമുടി പോലീസ് വീഴ്ചയുമാണ് ഉണ്ടായിരിക്കുന്നത്. മാർച്ച് 3-ാം തീയതിയാണ് അവസാനമായി അഭിജിത്ത് ഈ വെമ്പായത്തെ വീട്ടിൽ നിന്ന് പോകുന്നത്. തുടർന്ന് അഭിജിത്തിനെ കാണാനില്ലായിരുന്നു. നേരത്തെയും ഈ ജോലി സംബന്ധമായി വീട്ടിൽ നിന്ന് അഭിജിത്ത് മാറി നിൽക്കാറുണ്ട്. വീട്ടുകാർ ആദ്യം അങ്ങനെയാണ് കരുതിയത്. പക്ഷേ പിന്നീട് ഒരു വിവരവും ഇല്ലാത്തതിനെ തുടർന്ന് മാർച്ച് മാസം 16-ാം തീയതി വട്ടപ്പാറ പോലീസിൽ കുടുംബം പരാതി നൽകി. 18-ാം തീയതിയാണ് മിസ്സിംഗ് കേസ് വട്ടപ്പാറ പോലീസ് എടുക്കുന്നത്. തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും അഭിജിത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള മറുപടിയാണ് പോലീസിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ അപ്രതീക്ഷിതമായി ഇന്നലെ കുടുംബത്തിന് ലഭിക്കുന്ന വിവരം മാർച്ച് മാസം 3-ാം തീയതി വീട്ടിൽ നിന്ന് പോയ അഭിജിത്ത് അതേ മാസം 5-ാം തീയതി പേട്ട റെയിൽവേ സ്റ്റേഷനിൽ സമീപം ട്രെയിൻ തട്ടി മരിച്ചു എന്നതാണ്. മാത്രമല്ല ഈ മരിച്ച അഭിജിത്തിന്റെ മൃതദേഹം അജ്ഞാത മൃതദേഹമാണെന്ന് കണ്ട് പേട്ട പോലീസ് സംസ്കരിക്കുകയും ചെയ്തു. അത്തരത്തിലൊരു വീഴ്ചയാണ് നിലവിൽ ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല വിചിത്രമായ ചില ന്യായങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. കാരണം മലയാളിയല്ല, ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് എന്ന് കരുതിയാണ് സംസ്കരിച്ചത് എന്നുള്ള മറുപടിയൊക്കെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് കുടുംബം പറയുന്നുണ്ട്. അത് ഈ മലയാളി ആയാലും ഇതര സംസ്ഥാന തൊഴിലാളി ആയാലും ഒരു മൃതദേഹത്തോട് കാണിക്കേണ്ട രീതിയാണോ ഇത് എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഇക്കാര്യങ്ങളിലടക്കം വിശദമായ അന്വേഷണം വേണം. ഒപ്പം ഈ അഭിജിത്ത് മരണപ്പെട്ട കാര്യം അഭിജിത്തിന്റെ ചില സുഹൃത്തുക്കൾക്ക് അറിയാമായിരുന്നു. പക്ഷേ സുഹൃത്തുക്കൾ അത് മൂടി വയ്ക്കുകയാണ് ഉണ്ടായത്. കുടുംബത്തെ അറിയിച്ചില്ല, പോലീസിനെ അറിയിച്ചില്ല. അത്തരത്തിൽ ചില ആരോപണങ്ങളും കുടുംബം സുഹൃത്തുക്കൾക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഈ അപകടം നടന്നത് പേട്ട പോലീസ് സ്റ്റേഷൻ പരിധി ആയതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം നടത്തേണ്ടത് പേട്ട പോലീസ് ആണെന്നുള്ള വിശദീകരണമാണ് വട്ടപ്പാറ പോലീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും കുടുംബത്തിന്റെ പരാതി അന്വേഷിക്കുമെന്നതാണ് പോലീസിന്റെ വിശദീകരണം. ഏതെങ്കിലും തരത്തിൽ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എങ്കിൽ അത്തരത്തിലൊരു നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പ്രതീഷ്, ഇതിലിപ്പോൾ പോലീസിന് മേലൊരു അവിശ്വാസം ഈ കുടുംബം, അഭിജിത്തിന്റെ കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. അവർ പോലീസിന്റെ നടപടികളെ സംശയത്തോടു കൂടിയും കാണുന്നു. ഈ പശ്ചാത്തലത്തിൽ ഏത് തരത്തിലുള്ള ഒരു അന്വേഷണം ഇതിന്റെ ദുരൂഹത നീക്കാൻ വേണം എന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് പ്രതീഷ്? അർജിത്ത്, തീർച്ചയായും. കാരണം കുടുംബം ആരോപിക്കുന്നത് പോലെ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്താൽ സ്വീകരിക്കേണ്ട നടപടികളൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഒപ്പം ഈ മിസ്സിംഗ് കേസ് എടുത്ത വട്ടപ്പാറ പോലീസും ഒപ്പം ഈ ട്രെയിൻ തട്ടി മരിച്ച കേസെടുത്ത പേട്ട പോലീസും ഇതിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തിയില്ല എന്നതാണ് പ്രധാനമായും പറയുന്ന കാര്യം. കാരണം ഈ ഒരു മൃതദേഹം 1 മാസത്തോളം സൂക്ഷിച്ച ശേഷം DNA സാമ്പിൾ ശേഖരിച്ച് സംസ്കരിക്കുന്ന നിലപാടാണ് ഉണ്ടായത്. ഇത്തരത്തിൽ ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് അത് മറ്റ് സമീപത്തെ സ്റ്റേഷൻ പരിധിയിൽ ഏതെങ്കിലും തരത്തിൽ സമാനമായ സംഭവങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊന്നും തന്നെ പോലീസ് പരിശോധിച്ചില്ല. അതാണ് കുടുംബം വീഴ്ചയായി ഉന്നയിക്കുന്ന കാര്യം. ഒപ്പം ഈ പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് ഈ അഭിജിത്ത് പോയി എന്നുള്ള വിവരമൊക്കെ കുടുംബം നേരത്തെ പങ്കുവച്ചിരുന്നു. ഈ സുഹൃത്തിനോടൊപ്പമാണ് പോയതെന്നും ആ സുഹൃത്തിൻ്റെ നമ്പർ പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സുഹൃത്തിനെയൊക്കെ തന്നെ പോലീസ് ഇന്നലെയാണ്
തന്നെയാണ് സ്റ്റേഷൻ വിളിച്ചു വരുത്തുന്നത്. അത്തരത്തിൽ ഈ അന്വേഷണത്തിൽ വലിയ വീഴ്ച ഉണ്ടായി എന്നതാണ് പ്രധാനമായും ഈ കുടുംബം പോലീസിനെതിരെ ഉന്നയിക്കുന്ന കാര്യം. ഒരു അപകടമരണമാണ് എന്ന് പറയാൻ കഴിയില്ല, അതിൽ വലിയ ദുരൂഹതയുണ്ട് എന്നതാണ് കുടുംബം തുടർച്ചയായി ഇപ്പോഴും ആവർത്തിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം, ഒപ്പം മരണത്തിലെ ദുരൂഹത നീക്കണമെന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. റിജിത്ത്. ശരി, എം ജി പ്രതീഷ് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഈ 16-കാരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഈ മരണവിവരം അറിഞ്ഞിട്ടും സുഹൃത്തുക്കൾ എന്തുകൊണ്ട് ഈ ബന്ധുക്കളെ വീട്ടുകാരെ ഒന്നും അറിയിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മറ്റൊന്ന്, പോലീസ് ഈ പരാതി അവഗണിച്ചു, അതിൽ കർശനമായ നടപടി വേണം എന്നുള്ള ആവശ്യം കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പ്രതീഷ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.